ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. കൃഷ്ണപ്രഭയുടെ ഈ വാക്കുകൾക്കെതിരെ സമൂഹ മാധ്യമത്തിൽ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരാളാണ് ഗായികയായ അഞ്ജു ജോസഫ്. അഞ്ജു ജോസഫ് ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം ചേരുന്നു, ഫോണിൽ ചേരുകയാണ്. അഞ്ജു, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നമസ്കാരം. കൃഷ്ണപ്രഭയുടെ ഈ വാക്കുകൾ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ഈ ഡിപ്രഷനും മൂഡ് സ്വിങ്സും മറ്റ് മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ശാസ്ത്രീയമായി ചികിത്സിക്കുന്നവരുണ്ട്. അഞ്ജു തന്നെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചില മാനസിക സംഘർഷങ്ങളെ കുറിച്ചൊക്കെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരെ ഒന്നാകെ പരിഹസിക്കുന്ന ഒരു കാര്യമായി പോയി കൃഷ്ണപ്രഭയുടെ ഈ വാക്കുകൾ എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാനിതിനെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കൃഷ്ണപ്രഭ എന്ന് പറഞ്ഞ ആളോട് എനിക്ക് പേഴ്സണലി യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ പ്രതികരിച്ചതും ആ പുള്ളിക്കാരിയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ ആ പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ബേസിക്കലി ഇത് അനുഭവിക്കാത്ത ഒരാൾക്ക് നമുക്ക് ചില കാര്യങ്ങൾ ചിലർക്ക് അനുഭവിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ മേ ബി ഒരു 5-6 കൊല്ലം മുന്നേ എൻ്റെ അടുത്ത് 5-6 കൊല്ലമല്ല, മേ ബി ഒരു 8-10 കൊല്ലം മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കും ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതിരുന്നൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആ കുറിച്ചതിനകത്തും എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ്. നമുക്കിതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക. ഒരുപാട് പേരുണ്ട് ഇതിനെപ്പറ്റി ഇത് കാരണം, അതായത് ഇപ്പോൾ ഡിപ്രഷനും ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ കാരണം വലയുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാരോ സൈക്യാട്രിസ്റ്റുമാരോ ഇരിക്കുന്നത് ഇപ്പൊ വെറുതെ പണിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വരുന്നതല്ല. ഇപ്പൊ ഞാൻ കൃഷ്ണപ്രഭയുടെ ആ ഒരു പോസ്റ്റിന്റെ താഴെ ഞാൻ പോയി കമന്റ് ചെയ്തിരുന്നു. ഇലോൺ മസ്ക് എന്ന് പറയുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ആളാണ് ഇലോൺ മസ്ക്. അദ്ദേഹം 2025 മാർച്ചിൽ അദ്ദേഹം ഡിപ്രഷനിൽ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദീപിക പദുകോൺ അവര് 2015 തോന്നുന്നു. പുള്ളിക്കാരി വൺ ഓഫ് ദി ബിസിയസ്റ്റ് ആക്ടേഴ്സ് ആണ് ഇവര്. പുള്ളിക്കാരിയും പറഞ്ഞിട്ടുണ്ട് അവരും ഡിപ്രഷനിൽ പോയിരുന്നു. ഇപ്പൊ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ വരണം, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, ഇങ്ങനത്തെ മാനസിക പ്രശ്നങ്ങൾ പലതുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. OCD, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരുന്ന ആൾക്കാരുണ്ടാവും, ബോർഡർ ലൈൻ ഡിസോർഡേഴ്സ് വരുന്ന ആൾക്കാരുണ്ടാവും. ഇതൊന്നും പണിയില്ലാത്തത് കൊണ്ടോ ബിസി അല്ലാത്തത് കൊണ്ടോ നിങ്ങൾ തിരക്കിലായാൽ ഉടനെ ഈ ഡിപ്രഷൻ മാറുകയോ ചെയ്യില്ല. ക്ലിനിക്കലി നിങ്ങൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന നമ്മൾ ഈ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ചികിത്സാ വിഭാഗം തന്നെ വേണ്ടതില്ലല്ലോ അല്ലെ അഞ്ജു? ഇപ്പൊ ഈ വിഷയം ചർച്ചയായതിന് പിന്നാലെ തന്നെ ഞങ്ങൾ അഭിപ്രായം ചോദിച്ചപ്പോഴും കൃഷ്ണപ്രഭ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ പ്രതികരണത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരുന്നാൽ ശരിയാവുന്ന ഒരു കാര്യമാണോ യഥാർത്ഥത്തിൽ ഇത്? അങ്ങനെ അവർ പറയുന്നുണ്ട്. അല്ല, ഒരിക്കലും അല്ല. ഞാൻ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന ഒരാളാണ്. 1-2 വർഷം ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരാളാണ്. അത് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളത്. ഇതൊരു അസുഖമാണ്. അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട്, ഇപ്പം ശരിയാണ്, നമ്മുടെ ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആളുകൾ പറയും, വെറുതെ ഡിപ്രഷൻ എന്ന് പറയുന്ന ആളുകളുണ്ട് കേട്ടോ. അതും മറ്റൊരു കാറ്റഗറി. നമ്മൾ സംസാരിക്കുമ്പോൾ അതും സംസാരിക്കണമല്ലോ. അപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ വിഷമം വരുന്നതിന് അത് ഡിപ്രഷൻ അല്ല. ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആവുന്നത് മറ്റൊരു കാര്യം തന്നെയാണ്. ക്ലിനിക്കലി ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ഹൈ ഫങ്ഷനിങ് ആങ്സൈറ്റി ഡിസോർഡർ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് ക്ലിനിക്കലി തന്നെയുള്ള പ്രശ്നങ്ങളാണ്. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ മരുന്നുകൾ എടുത്താൽ മാത്രം മാറുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, തെറപ്പി എന്ത് ചെയ്താലും മാറാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഡോക്ടർ ഒരിക്കലും നിങ്ങൾക്ക് ക്ലിനിക്കലി നിങ്ങൾക്ക് ഡിപ്രഷൻ ആണ് എന്നാ പിന്നെ നിങ്ങൾക്ക് മരുന്ന് തരാം എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു സൈക്യാട്രിസ്റ്റ് മരുന്ന് എഴുതില്ല. തീർച്ചയായും അഞ്ജു, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഇതിന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണല്ലോ ഇപ്പോൾ സെലിബ്രിറ്റികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൃഷ്ണപ്രഭ തന്നെ സമൂഹത്തിൽ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരൊക്കെ ശ്രദ്ധിക്കുന്ന, അവരുടെ വാക്കുകൾക്കൊക്കെ വില കൊടുക്കുന്ന ഒരുപാട് മനുഷ്യർ ചുറ്റുമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തി ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ, അതും അശാസ്ത്രീയമായ ചില കാര്യങ്ങൾ പറയുന്നതിലുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഒരുപാട് ആളുകൾ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. അങ്ങനെ ഒരു പ്രശ്നമില്ലേ?
തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് രാഷ്ട്രീയം, പൊളിറ്റിക്സിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും എനിക്കറിയില്ല. ഇതായിരിക്കും എൻ്റെ ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി അറിയില്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെ ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. ഇത് വെറും തമാശയാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തോന്നലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര മനുഷ്യരാണ് നമ്മുടെ ഇവിടെ ക്ലിനിക്കലി ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്യുന്നത്? അതെ. ഇതൊക്കെ തമാശയായിട്ടുള്ള കാര്യങ്ങളാണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ എനിക്ക് കൃഷ്ണപ്രഭയോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താ പറയാ പൊതു ഒരു ചാനലിലോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇറ്റ്സ് ടോട്ടലി അപ് ടു ഹെർ. പുള്ളിക്കാരിയുടെ ചോയ്സ് ആണ് അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. തീർച്ചയായും അഞ്ജു, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി.